Hi everyone, welcome to Entrepreneur Academy. So, how to start your trading journey എന്ന് പറയുന്ന 7ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇതിനു മുന്നേ ഉള്ള വീഡിയോസ് കാണാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് ആ വീഡിയോസ് കാണുക. So, in that case, let's get started. സോ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. സോ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ട്രേഡ്സ് ഇനീഷ്യേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകണം. അപ്പോൾ ആ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് കണ്ടതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ സ്ക്രീനിലോട്ട് വന്നതിന് ശേഷം എങ്ങനെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തുകൊണ്ട് ട്രേഡ്സ് ഇനീഷ്യേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. സോ കം ഹിയർ. സോ ബേസിക്കലി നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെ ട്രേഡ്സ് ഇനീഷ്യേറ്റ് ചെയ്യാം എന്നാണ്. സോ ബേസിക്കലി നല്ല ട്രേഡിംഗ് ആക്യുറസി കിട്ടാൻ വേണ്ടിയിട്ട് മാർക്കറ്റിന് മുന്നേ ഉള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ പറഞ്ഞ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ പിന്നീട് ബ്രേക്ക് ആയതിനു ശേഷം അതിൻ്റെ റോൾ റിവേഴ്സ് ആയി, അതായത് മുന്നേ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത ലെവൽ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ആയതിനു ശേഷം അത് പിന്നീട് ബ്രേക്ക് ആയതിനു ശേഷം റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക, അതായത് റോൾ ഓഫ് റിവേഴ്സൽ ആയതിനു ശേഷം നമുക്ക് അവിടെ ക്യാൻഡിൽ കൺഫർമേഷനും കൂടെ കൊണ്ടുവന്നുകൊണ്ട് ട്രേഡ്സ് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് നേരെ സ്ക്രീനിലോട്ട് വന്നതിന് ശേഷം അത് മനസ്സിലാക്കാം. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് സ്ട്രക്ചറിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, സോ മാർക്കറ്റ് ഇങ്ങനെ അപ്പ് സൈഡിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മാർക്കറ്റിൽ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത ഒരു ഏരിയയാണ് നമ്മുടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. എവിടെ ഈ ഒരു ഏരിയ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും മാർക്കറ്റ് മുന്നേ ആ ഒരു ഏരിയ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിരുന്ന ഏരിയ ശക്തമായിട്ട് ബ്രേക്ക് ഔട്ട് തരികയും അതിനുശേഷം ഈ ഒരു ലെവലിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തത്. സോ നമ്മുടെ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ആയതിനു ശേഷം റെസിസ്റ്റൻസിലോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവിടെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് കൂടുതലാണ്. ആ ഒരു ഏരിയ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ ഉള്ള കൺഫർമേഷൻ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ക്യാൻഡിൽസ് കൺഫർമേഷൻ. സോ ഇവിടെ ക്യാൻഡിൽ സ്റ്റിക്കിന്റെ കൺഫർമേഷൻ കൂടെ കണ്ടുകൊണ്ട് നമുക്ക് എന്ത് ഇനീഷ്യേറ്റ് ചെയ്യാം? നമുക്ക് അവിടെ നിന്ന് ഒരു ബൈ ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് ബേസിക്കലി നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു ട്രേഡിംഗ് രീതി എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മുന്നേ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു, പിന്നീട് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു, റോൾ ഓഫ് റിവേഴ്സലിന്റെ ഭാഗമായിട്ട് നമുക്ക് അവിടെ നിന്ന് ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റും. നേരെ തിരിച്ചുള്ള സിനാരിയോ നോക്കാമല്ലോ. മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് സ്ട്രക്ചറിലായിരുന്നു മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് സ്ട്രക്ചറിൽ മൂവ് ചെയ്തു. മുന്നേ ക്രിയേറ്റ് ചെയ്ത ഒരു സപ്പോർട്ട് ലെവലാണ് നമ്മുടെ ഈ ഒരു ലെവൽ എന്ന് പറയുന്നത്. ഇത് ബ്രേക്ക് തരികയും തിരികെ ആ ലെവലിലേക്ക് മാർക്കറ്റ് ട്രാവൽ ചെയ്ത് എത്തുകയും അവിടെ നിന്നും വ്യക്തമായിട്ടുള്ള ക്യാൻഡിൽ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യും? നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്നും ഒരു ഷോർട്ട് സെൽ എൻട്രി പ്ലേസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് എന്ത് ചെയ്യാം? ഒരു ഷോർട്ട് സെൽ എൻട്രി പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇതാണ് ബേസിക്കലി നമ്മുടെ റോൾ ഓഫ് റിവേഴ്സൽ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ബട്ട് ഭയങ്കര അധികം ആക്യുറസി തരുന്ന ഒരു ടൈപ്പ് ഓഫ് ട്രേഡിംഗ് സെറ്റപ്പ് ആണ് ഈ റോൾ ഓഫ് റിവേഴ്സൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ മാർക്കറ്റിലെ ജസ്റ്റ് ഒരു എക്സാമ്പിളും കൂടെ കാണിച്ചുതരാം. സോ ഞാൻ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ചാർട്ടാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് അത്യാവശ്യം നല്ല അപ് ട്രെൻഡിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇങ്ങനെയായിരുന്നു ആ ഒരു സെറ്റപ്പ് അവിടെ ഫോം ആയെന്ന് കാണിച്ചു തരാം. ഈ ഒരു പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് മുന്നേ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത ലെവലാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ റെസിസ്റ്റൻസ് മാർക്കറ്റിലെ ബ്രേക്ക് ആവുകയും തിരികെ റെസിസ്റ്റൻസ് ഏരിയയിലോട്ട് വരികയും ആ റെസിസ്റ്റൻസിൽ ടാപ്പ് ചെയ്തതിനു ശേഷം അത്യാവശ്യം നല്ലൊരു ക്യാൻഡിൽ സ്റ്റിക്ക് കൺഫർമേഷൻ, അതായത് ഈ ഒരു ഏരിയ റെസിസ്റ്റൻസ് ആയിട്ടും പിന്നീട് ഈ ഒരു ഏരിയ സപ്പോർട്ടായിട്ട് ആക്ട് തരികയും അവിടെ ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടുകയും തൊട്ട് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമുക്ക് എന്തെടുക്കാം? നമുക്കൊരു അപ്സൈഡ് ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതാണ് ബേസിക്കലി റോൾ ഓഫ് റിവേഴ്സലിന്റെ ഒരു എക്സാമ്പിൾ, അതായത് അപ് ട്രെൻഡ് മാർക്കറ്റ് സ്ട്രക്ചറിൽ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി ഒരു ഷോർട്ട് സെല്ലിംഗിന്റെ എക്സാമ്പിൾ കൂടെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ എവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും മുന്നേ ഇതൊരു നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തൊരു ലെവലാണ്. ഈ ഒരു സപ്പോർട്ട് ലെവലിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്കറ്റിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ സപ്പോർട്ട് ബ്രേക്ക് ആവുകയും തിരിച്ച് നമ്മുടെ സപ്പോർട്ട് ഏരിയയിലേക്ക് മാർക്കറ്റ് വരികയും സപ്പോർട്ട് ഏരിയയിലേക്ക് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തതിനു ശേഷം തിരിച്ച് വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുകയും ഇവിടെ അത്യാവശ്യം നല്ലൊരു ക്യാൻഡിൽ സ്റ്റിക്ക് കൺഫർമേഷൻ ആണ് മാർക്കറ്റ് തന്നേക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു ഈവനിങ് സ്റ്റാർ പാറ്റേണിന്റെ ഫോർമേഷൻ തന്നു. ക്യാൻഡിൽ ക്ലോസ് തൊട്ട് മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നെക്സ്റ്റ് സപ്പോർട്ട് ഏരിയ വരെ നമുക്ക് എന്ത് വെക്കാം? ടാർഗറ്റ് വെച്ചുകൊണ്ട് ട്രേഡ് ക്ലോസ് ആക്കും. സോ ഇതാണ് നമ്മുടെ ഒരു ഷോർട്ട് സെല്ലിംഗിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇൻട്രാഡേയിലോ അല്ലെങ്കിൽ പൊസിഷണൽ ട്രേഡ് ആയിട്ട് 15 മിനിറ്റ് ചാർട്ടിലോ നിങ്ങൾക്ക് ഏത് ടൈം ഫ്രെയിമിൽ വേണമെങ്കിലും അനലൈസ് ചെയ്തതിന് ശേഷം ട്രേഡ്സ് ഇനീഷ്യേറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ട്രേഡ്സ് ഇനീഷ്യേറ്റ് ചെയ്യാൻ നോക്കുക. സോ ഇൻ ദാറ്റ് കേസ് നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഹാപ്പി ട്രേഡിംഗ്.